30 ലക്ഷം. എന്റെ കൂടെ വന്ന 1 ലക്ഷം ആളുകൾ 325 രൂപ കൊടുത്തൊരു ഹെയർ ഓയിൽ സ്വന്തം മേടിച്ച് തേച്ചാൽ എന്റെ കച്ചവടം 3.25 കോടിയാണ്. ഹലോ, അപ്പൊ എന്റെ കൂടെ വന്ന 1 ലക്ഷം പേര് 95 മേടിച്ചാലത്തെ കച്ചവടം ഓർത്തു. പണ്ട് എന്റെ ഐഡിയിൽ ഇങ്ങനെ വല്ലപ്പോഴും ഒരു 500-300 ബീരിയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് തുടക്കത്തിൽ. എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ആദ്യം കിട്ടിയ വരുമാനം 255 രൂപയാണ് വീക്കിലി. പല ആഴ്ചയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചു, വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്തു, ശക്തമായി പ്രവർത്തിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് പല ദിവസങ്ങളിൽ എൻ്റെ ഐഡിയയിൽ നടക്കുന്ന ബിസിനസ് ലക്ഷങ്ങളും കോടികളുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആവറേജ് എങ്ങനെ പോയാലും ഒരു വർഷം 100 കോടിക്ക് മേലെ വിട്ടുവരവുണ്ട്. 100 കോടിയുടെ ടേൺ ഓവർ ഏത് ബിസിനസ്സുകാരൻ ഉണ്ടാക്കിയാൽ അവന് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് എനിക്കും കിട്ടുന്നുണ്ട്. ഒറ്റ വ്യത്യാസമുള്ളൂ, അവര് കടയിട്ട് വിൽക്കുന്നു, ഹലോ ഞാൻ ടെക്നോളജി ഉപയോഗിച്ച് വിൽക്കുന്നു. തമാശക്ക് ഞാൻ പറയാറുണ്ട്, അവര് ഷോപ്പിട്ട് വിൽക്കുന്നു, ഞാൻ ആപ്പിട്ട് വിൽക്കുന്നു, അത്ര ഉള്ളൂ. ഇനി ഷോപ്പിട്ട് വിൽക്കുന്നവന്റെ കാലമല്ല, ഇപ്പൊ ആപ്പിട്ട് വിൽക്കുന്നവന്റെ കാലമാണ്. ശരിയാണോ? ഇപ്പൊ എല്ലാം ആപ്പാണ്. അതുപോലെ ഒരു ആപ്പാണ് മൈലേജ് സ്റ്റൈൽ. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഈ 210 എന്റെ കൂടെ വന്ന 10 പേര് 1000 രൂപ അവന്റെ അക്കൗണ്ടിൽ മേടിക്കുമ്പോൾ എനിക്ക് 10,000 കിട്ടും. എന്റെ കൂടെ വന്ന 10 പേര് 10,000 മേടിക്കുമ്പോൾ എനിക്ക് 1 ലക്ഷം കിട്ടും. ഇന്ന് എന്റെ കൂടെ വന്ന 100 കണക്കിന് ആളുകൾ 210 മേടിക്കുന്നു. പിന്നെ എന്റെ 210 നോക്കണം വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 26 മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 മാസം ഞാൻ ഈ ബിസിനസ്സിലേ ഇല്ല. പക്ഷെ ഒരാഴ്ച പോലും 210 ഉണ്ടോന്ന് നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വൈഫ് 2 പെൺകുട്ടികളും, മക്കള് പഠിക്കുന്നു, വൈഫ് ഓൾറെഡി ഹൗസ് വൈഫാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി നാളെ തിരിച്ച് ഞാനങ്ങ് വീട്ടിലേക്ക് എത്തിയില്ലേലും എന്റെ കുടുംബം ഇനി ഉള്ളിടത്തോളം കാലം പണത്തിന് വേണ്ടി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് സ്റ്റൈൽ. പക്ഷെ അപ്പോഴും ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇവിടെ വെറുതെ കാശ് കൊടുക്കുന്ന കമ്പനി അല്ല മൈലേജ് സ്റ്റൈൽ. നിങ്ങൾ ഏറ്റെടുക്കാനും പഠിക്കാനും പരിശ്രമിക്കാതെ ഇവിടുന്ന് ഒന്നും കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ വന്ന് ഞങ്ങൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടാതെ പോയവരും ഒരുപാടുണ്ട്. ഹലോ, അതുകൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല. രണ്ടാമത്, ചില ആളുകളെങ്കിലും വിചാരിക്കും ഇതൊക്കെ മരുന്നല്ലേ. അതും ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കമ്പനി കൊടുക്കുന്ന എല്ലാ ബ്രാൻഡും, ഇപ്പൊ ഹോം കെയർ പ്രോഡക്റ്റ്, പേഴ്സണൽ കെയർ, കോസ്മെറ്റിക്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രധാന കാറ്റഗറിയാണ് വെൽനസ് പ്രോഡക്റ്റുകൾ. നമ്മൾ കൊടുക്കുന്ന ആയുർവേദ ഉൽപ്പന്നങ്ങൾ വെൽനസ് പ്രോഡക്റ്റുകളാണ്. ഒരിക്കലും അത് മെഡിസിൻസ് അല്ല, അത് ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പിന്നെ രോഗികളെ തപ്പി കണ്ടുപിടിച്ച് അവർക്ക് രോഗികളെ ചികിത്സിക്കുന്നത് നമ്മളെ പണിയല്ല, ഡോക്ടർമാരുടെ പണിയാണ്. ആണോ അല്ലയോ? ഇത് ഹോർലിക്സ് പോയി മേടിച്ച് കഴിക്കുന്ന പോലെ, ബൂസ്റ്റ് മേടിച്ച് കഴിക്കുന്ന പോലെ, നമ്മൾ ചവനപ്രാശം മേടിച്ച് കഴിക്കുന്ന പോലെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ജീവിത സാഹചര്യം നമുക്കറിയാലോ, നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ ജീവിതശൈലി അടിമുടി മാറി. അപ്പൊ ഈ സമയത്ത് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റും ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അത് പാസ്റ്റാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ മാറ്റം ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഇതിനെക്കുറിച്ച് ശരിയായ അർത്ഥത്തിൽ ഒന്ന് പഠിക്കാനും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾക്ക് പറ്റിയതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന 19-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മോണിറ്ററിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ ഇത് ഔദ്യോഗികമായി ലീഗലായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 19, ഇന്ന് 11, വെറും 8 ദിവസം കൊണ്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ പലരുടെ ഉള്ളിലുള്ള ചോദ്യം, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ ചെയ്യാമോ, ഇതൊക്കെ മാന്യമാകാൻ പറ്റുമോ? ഈ വരുന്ന 19-ാം തീയതിയോടുകൂടി ഈ ചോദ്യങ്ങൾ ഇനി കേരളത്തിന്റെ മണ്ണിൽ പ്രസക്തി ഇല്ലാതെ പോകാൻ പോകുന്നു. കാരണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ